വേറെ ആരെങ്കിലും ഏൽപ്പിച്ചുകൂടായിരുന്നു? 4 ടൈൽസിന്റെ പണിയുള്ളൂ. എനിക്കറിയാം നീ അത് പെട്ടെന്ന് തീർക്കല്ലോ. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കുടുംബശ്രീക്ക് പോകാനുള്ളതാണ്. അതൊക്കെ പറ ആളുണ്ട് ഇവിടെ. പിന്നെ പെട്ടെന്ന് 4 ടൈൽസ് അല്ലേ ഉള്ളൂ? 4 ടൈൽസേ ഉള്ളൂ. ഞാൻ ടീച്ചറെ വിളിക്കാം. ടീച്ചറേ, രവീന്ദ്രനാണോടാ? അതെ അതെ, ഞാൻ വന്നു. നമസ്കാരം. നമസ്കാരം. ഞാന് വേറെ ഒത്തിരി പണികളുള്ളതുകൊണ്ട് അടുത്ത ആഴ്ച എന്റെ പിള്ളേരെ മക്കളൊക്കെ ഇങ്ങോട്ട് വരുന്നതാ. അപ്പൊ അവര് വരുമ്പോഴത്തേന് ടൈൽസ് ഇല്ല, പൊട്ടിക്കിടക്കുന്ന നാണക്കേടാ. അതുകൊണ്ടാണ് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ പണി പെട്ടെന്ന് തീർത്താക്കാം. പെട്ടെന്ന് ടൈൽസ് ഇടുന്ന ആളെ പയ്യൻ ഇവിടെ ഉണ്ടാവും. സൂപ്പർ പണിക്കാരനാണ്. ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ? അയ്യോ, സ്റ്റൗവിനകത്ത് ചായ ഇരിക്കുന്നത്. പെട്ടെന്ന് പണിയാൻ പറ വന്നെങ്കിൽ. ഒളിച്ചിരിക്കുന്നു ഇവിടെ. ഇവിടെ ഇത് ശ്രീരജ ടീച്ചറുടെ വീടല്ലേ? അതെ. ഇവിടെ പണി എനിക്ക് പറ്റത്തില്ല. ടീച്ചറെ വീട് ഇവിടെ എനിക്ക് പറ്റത്തില്ലെന്ന്. എന്താ കാര്യം എന്നാണ് പറയണേ? എന്നെ പഠിപ്പിച്ച ടീച്ചറാണെന്ന്. കുറെ വർഷത്തിന് ശേഷം ടീച്ചറെ കാണാൻ പറ്റിയില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ ചോദിക്കുമല്ലോ ഓരോ കുട്ടികളെടുത്തും, വലുതാകുമ്പോ നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹം എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കും. അങ്ങനെ ഈ ടീച്ചർ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. നീ എന്താ പറഞ്ഞു? ഞാൻ ജില്ലാ കളക്ടർ ആവണമെന്നാ പറഞ്ഞേ. ആ ജില്ലാ കളക്ടർ ആവണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈൽസിന്റെ പണിക്ക് വന്ന ടീച്ചർ എന്തോ പറയും. ആരാകണമെന്നാ പറഞ്ഞു? ജില്ലാ കളക്ടർ. നിങ്ങൾ തന്നെ ചിരിക്കുന്നുണ്ടോ? അപ്പൊ ടീച്ചർ അവസ്ഥ എന്തായിരിക്കും? അതല്ലെന്ന് ഇങ്ങോട്ട് പാടാ. എടാ, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മൾ പറയും. ഈ ഞാൻ പറഞ്ഞതെന്ന് അറിയോ, പൈലറ്റ് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. എന്നിട്ട് എനിക്കൊരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാൻ വയ്യ. അത് പോട്ടെ, സാരമില്ലടാ. ഇത് ടീച്ചറിന് എന്നെ ഓർമ്മ കാണും. ടീച്ചറിന് ഓർമ്മ കാണില്ല, കാരണം കുഞ്ഞിലേ കണ്ടതല്ലേ. വലുതായില്ലേ, ഓർമ്മ അതല്ലെന്ന്. ഞാൻ ഈ ആഗ്രഹം പറഞ്ഞതിന് ശേഷം സ്കൂളിൽ എന്നെ വിളിക്കുന്നത് ജില്ലാ കളക്ടർ സുദേവ, ജില്ലാ കളക്ടർ സുദേവ. അങ്ങനെയാണ് സ്കൂളിൽ എല്ലാരും വിളിച്ചോണ്ടിരുന്നത്. ഇത്രയും വർഷമായില്ലേ, ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ഓടി പിടിച്ചോ, അങ്ങനെ ഒന്ന് പിടിച്ചേ. എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. ടീച്ചറെ, ആ പയ്യനെ മൂത്രം ഒഴിക്കാൻ പോയത് അവനോടുണ്ട്. കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അവനെ കാര്യം. അടുത്ത ആഴ്ച എന്റെ പിള്ളേരൊക്കെ വരുന്നതാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതാണ് പണിക്കാരൻ. ആണല്ലേ മോനേടാ? അകത്ത് 4. Ladies and gentlemen, I would like to introduce the respected person, Collector of the district, Mr. Sudhev. ജില്ലാ കളക്ടർ സുദേവൻ. ജില്ലാ കളക്ടർ. Oh my God! What is this? This is a teacher. അത് ഒരു ജില്ലാ കളക്ടറെ കണ്ട് ബോധം കെട്ട് വീണതാ. അതെ, പണ്ട് ഇവൻ സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർ ഒരു ആഗ്രഹം ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞ എനിക്ക് ജില്ലാ കളക്ടർ ആകണമെന്ന്. അപ്പൊ ഇവിടെ അവന് മെക്കാട് പണി ഈ മേശരിയായിട്ട് വന്നപ്പോ ഇത് കണ്ടപ്പോൾ ടീച്ചറിന് വല്ലാഴിക വന്നു. അങ്ങനെ വീട് പോയി. നിനക്കൊക്കെ പറയാൻ പറ്റിയ കാര്യം പറഞ്ഞാൽ ചുമ്മാ ആഗ്രഹിക്കാത്ത കാര്യമൊക്കെ വലിച്ചുവാരി പറഞ്ഞിട്ട് മനുഷ്യനെ കൊല്ലാനായിട്ട് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. എന്ത് മനുഷ്യനെ കൊല്ലാനാ? അതല്ല, ജില്ലാ കളക്ടർ ആവാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തായിരുന്നു. 10ാം ക്ലാസ് ജയിച്ചവരെ പറ്റത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ തമ്പുരാനെ. ജില്ലാ കളക്ടർ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഇങ്ങനെ വന്ന വിഷയം അറിയോ? എന്റെ ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ആഗ്രഹം ഉണ്ടായിരുന്നു. വേറൊരു കാര്യമുണ്ട്, പെട്ടെന്ന് നിന്നെ കണ്ടപ്പെടുത്തിന് ജില്ലാ കളക്ടർ ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ അങ്ങ് ഇതായിപ്പോയത്. എനിക്ക് ഫേസ് ചെയ്യാനൊരു മടിയുണ്ട്. അതെന്താടാ, ഏതൊരു ജോലിക്കും അതിൻ്റെതായ മാനയുണ്ട്, മനസ്സിലായോ? നമ്മൾ കക്കാനും മോട്ടിക്കാനും പിടിച്ചു പറിക്കാനും പോകാതെ എന്ത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഞാനത് അഭിമാനത്തോടെ ചെയ്യുന്നു. അഭിമാനത്തോടെ ചെയ്യണം ഏത് ജോലിയും. കളക്ടർ ശരി വെച്ച് താമസിപ്പിക്കാൻ അങ്ങോട്ട് തുടങ്ങിക്കോ. ടൈലൊട്ടിച്ചോ കളക്ടർ തുടങ്ങാനല്ലേ? പിന്നെ എപ്പോഴും കളക്ടർ കളക്ടർ എന്ന് വിളിക്കണമെന്നില്ല കേട്ടോ. അയ്യോ സോറി സർ കളക്ടർ. സോറി കളക്ടർ. അകത്ത് ചായ കുടിക്കുന്നില്ലയോ? കാപ്പി എടുത്ത് വെച്ചേക്കുവാ. വാന്നേ, കാപ്പി കുടിക്കട്ടെ കേട്ടോ? ശരി ശരി. നിങ്ങള് കാപ്പി കുടിക്കുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും കഴിക്കാനോ? മോൻ കഴിക്കുന്നുണ്ടോ? കളക്ടർ നമ്മളെ വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കത്തില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാർ. സമാധാനമായില്ല, സമാധാനമായില്ല. ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് പണി തിരക്കണ്ട. എനിക്ക് വേറെ സൈറ്റുള്ളല്ലോ, പോണ്ടിയല്ലേ? പിടിച്ചേ വേഗം.
4 ടൈൽസേ ഉള്ളൂ. മണക്കുന്ന അടിച്ചിട്ട് വേഗം തീർത്തോണം കേട്ടോ. പറഞ്ഞേക്കാം. വാടി ടീച്ചറേ, ഞാനവിടെ പോവാണേ. എടാ ദോശ കഴിക്കുന്നോടാ. കഴിക്കായിരുന്നു. പോകുന്നവർക്ക് ചായ കടയിൽ വാങ്ങിച്ചു കഴിച്ചാൽ ഇവിടെ ഇല്ല. ടീച്ചറായി തെറി പറഞ്ഞു കൊന്നാണ് ഞാൻ. വേഗം പണതു. 4 എണ്ണല്ലേ ഉള്ളൂ. ഇപ്പൊ തീർത്തിട്ട് വരാം. എന്നാ പിന്നെ കളക്ടറെ പണി തുടങ്ങിയാലോ? നീ തുടങ്ങിയടി. അല്ല തുടങ്ങാം. അണ്ണാ, ഞാൻ ഇച്ചിരി മണലും എടുത്ത് സിമന്റും എടുത്ത് കുഴക്കട്ടെ. നീ ഇവിടെ കിടന്ന് കുഴയാതെ നീ അതങ്ങോട്ട് കുഴയ്ക്കാൻ നോക്ക്. ബാ, ഞാൻ അങ്ങോട്ട് പിടിച്ച് കൊരുത്തല. ഇങ്ങനെയൊക്കെ തന്നെ. കളക്ടറെ, സിമെന്റിലും മണലിലും ഒക്കെ സ്വർണ്ണത്തേക്കാ വിലയാണ്. സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണം. എന്റെ സ്വഭാവം മാറും. അല്ല, നമ്മൾ പലയിടത്തും ജോലി ചെയ്യുന്നത് നമ്മൾ അങ്ങനെ സിമെന്റ് മണലൊന്നും വേസ്റ്റ് ആക്കത്തില്ല. പ്രത്യേകിച്ച് എന്റെ ടീച്ചറെ വീടാണ്. സാറ് സമാധാനമായിട്ട് പൊക്കോ, ഞങ്ങൾ എല്ലാ പണിയും കൃത്യമായിട്ട് ചെയ്യാം. സമാധാനക്കേടുമില്ല. ഒരു 4 ടൈൽ ഒട്ടിക്കാനല്ല, അതിന് എത്രത്തോളം സിമെന്റ് വേണം, മണൽ വേണം എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. ഇന്നും ഞാൻ തുടങ്ങിയല്ലോ. ഓക്കെ കളക്ടറെ, ഓക്കെ. നീ ഇത് അവിടെ കൊണ്ടുവന്നിട്ട് എന്റെ പൊന്നു ലീല, ഞാനൊരു കേസ് പറയട്ടെ. ഇപ്രാവശ്യം കറണ്ട് ചാർജ് അടച്ചിട്ടില്ല. ഈ ആഴ്ചത്തെ ശമ്പളമെങ്കിലും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. നീ മര്യാദയ്ക്ക് അവിടെ കൊണ്ടിട്ട്, അല്ലെ ഞാൻ തന്നെ കൊണ്ടിടാം. വാ. ഇതാരാ ഈ കക്ഷി? അതാണ് എന്റെ ഹെൽപ്പർ. നീയാണല്ലോ മുഴുവൻ പണി ചെയ്യണത്. ഞങ്ങൾ തമ്മിലുള്ളൊരു ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇരിപ്പ് വശം ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ടോ നിനക്ക്? എന്താ? ഈ മണലിനൊക്കെ നല്ല വിലയാണ്. സൂക്ഷിച്ച് ഒരു തരി പോലും കളയാതെ സൂക്ഷിക്കണമെന്ന്. എന്റെ പൊന്ന് സാറേ, ഒന്ന് അവിടെ നമുക്കറിയാലോ ഒരു സംഭവത്തിന് എത്രത്തോളം മണ്ണ് വേണം. കൊണ്ടുവരും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ വീടിന്റെ ഉത്തരവാദിത്വം വേണ്ടേ? പിന്നെ ഞങ്ങളത് വേണ്ട വിധത്തിൽ ചെയ്തോളാം. ആ വെള്ളം എടുത്തോണ്ട് നമ്മളെ. എന്നാലും ആ പാടൊരു പണിയായി കേട്ടോ. അണ്ണാ, ഇച്ചിരി വന്നിട്ട് നടുവേദനയാണ്. എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണമല്ലോ. ടീച്ചർ എന്ത് ചെയ്യുന്നു? ഇത്തിരി സിമെന്റ് കുറച്ച് മക്കളെ ഓക്കേടാ. ഓക്കെ ചക്കരേ. കൊള്ളാം. മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്തോളി. നമ്മളെ മോള് പപ്പ. ഹായ് മോളെ. ഇവിടെ പണി നടക്കുക. അച്ഛൻ എന്റെ മേൽനോട്ടം വഹിക്കുക. കൊച്ചുമക്കളൊക്കെ എന്തേ? മാറിയല്ലേ? കൊച്ചിന്റെ ഒന്ന് കൊടുത്തേടി. കൊച്ചിന്റെ ഒന്ന് കൊടുത്തേ. പാവക്കുട്ടി, സുന്ദരി ബാവേ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇല്ലെങ്കിലേ നോക്ക്, ഒരു ജില്ലാ കളക്ടറിൽ സിമെന്റ് പോരുന്ന കണ്ടോ? ഒന്ന് കൈ കാണിക്കാം. ഒന്ന് കൈ കാണിക്കട കൊച്ചിനെ. അതുപോലെ പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ കുത്തി എന്ന് സിമെന്റ് പോരേണ്ടി വരും കേട്ടോ. ചക്കരി ബാവേ, സുന്ദരി ബാവേ. ശരി. ഇനി എഴുതിയെടുക്കാൻ പറ്റൂ? എന്തുവാ കളക്ടർ ഉദ്യോഗം? എന്തിന്? ഈ അപമാനം സഹിക്കാൻ വയ്യ, അതുകൊണ്ട്. ഇതൊക്കെ നല്ല പണിയല്ലയോ? ചെയ്യങ്ങോട്ട് പണിയെടുക്കുക. പെട്ടെന്നാവട്ടെ. ഇത് കൊണ്ടൊന്ന് അവിടെ നിരത്തി കഴിഞ്ഞാൽ തീരാവുന്ന പേസേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാൻ വരണോ? വേണ്ട. ഓക്കെ, ഇനി റെസ്റ്റ്. പണി തുടങ്ങിയല്ലേ ഉള്ളൂ. എടി ഞാൻ പറയട്ടെ, ആ ചാന്ത് അവിടെ കൊണ്ട് വിട്ടോ, ആ സിമെന്റ് അവിടെ കൊണ്ടിട്ടാ അതവിടെ സെറ്റ് ആവട്ടെ. ഇങ്ങനെ നടന്ന പണിഞ്ഞാലോ? നീ വാ. നീ ഇവിടെ വന്നിരി. നീ ഇങ്ങനെ ഒരു പണിയും ചെയ്യാതെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്നിട്ട് ഞാൻ നിന്നെ കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയോ? ഇതുപോലുള്ള വിശ്രമ വേളകൾ ആനന്ദകരമാക്കാനാണ്. നീ ഇങ്ങനെ കൈവെക്കുന്നതാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം? പഴയ ഒരു കളിയുണ്ടല്ലോ, കാണിച്ചരാ. അക്കത്തേക്ക് നീ കളിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അക്ക് തെക്ക് താര വരമ്പ് കയ്യെ കരിങ്കൊത്ത് ചീപ്പ് വെള്ളം താറാമക്കളുടെ കയ്യിലൊരു ബ്ലാങ്ക്. ഇത് മടക്ക്. അക്ക് തെക്ക് താന വരമ്പ് കയ്യെ കുത്ത് കരിങ്കുത്ത് ചീപ്പ് വെള്ളം താറാമക്കളുടെ കയ്യിലൊരു ബ്ലാങ്ക്. ഇത് മടക്ക്. വെറുതെ എന്തോ സിമെന്റ് അവിടെ സെറ്റ് ആവണം. ഇത് സെറ്റായോ? ഇത് നേരത്തെ സെറ്റായിരുന്നു. എനിക്കറിയായിരുന്നു ഈ കളി പണ്ട് ഞാൻ കൊച്ചിലെ. പക്ഷെ ഞാൻ കാണിക്കുന്ന മോശമാണെന്ന് എനിക്കറിയാം. അല്ല തെറ്റല്ല, പക്ഷേ അത് വേണം. കാരണം നമ്മൾ എപ്പോഴും ജോലി കൊണ്ടിരുന്നാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ കളി ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളിയത്. ഞാൻ കൂടെ കളിച്ചോട്ടെ? സാറിന്റെ കൂടെ ഇരുന്ന് കളിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. അല്ല അതൊന്നും കുഴപ്പമില്ല. വേണ്ട സാർ. ഞാനല്ലേ സാറ് സീരിയസ് ആയിട്ട് പറയണം. സാറ് കളിക്കട്ടെ. കൈവേ
അല്ല ചിലപ്പോ മേസ്ത്രി കളക്ടർ ചിലപ്പോ ഉഴപ്പും കൈ പിടിച്ചോ. വിശ്വാസമല്ല ഇവിടെ വന്നത് നീ. ഞാൻ കയ്യന്തിനുമായിട്ട് അക്കത്ത് കളിക്കുന്നതിന് ഉഴപ്പും ഇല്ലെന്ന് വിശ്വസിക്കാൻ പറ്റൂല നിങ്ങളെയൊന്നും. ഇല്ലെന്നേ. കളിക്കാം. ഇങ്ങനെയാണോ? കൈപിടി അതെ കൈപിടി ഈ കൈപിടി. പണിയാൽ അവൻ അക്കത്തൊക്കെ കളിച്ചോണ്ട് നടക്കണം. വൃത്തിയായിട്ട് താറാവറച്ചല്ലടി. പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് മര്യാദക്ക് ഇവിടെ നിന്ന് പണിയാണ്. ഈ സാധനം എല്ലാം പഠിച്ച് കയറ്റി ഇവിടെ നിന്ന് സാധനം കൊണ്ട് പോയില്ലേക്കുണ്ടല്ലോ. ആ മാറിക്കല്ലേ, ഞാൻ തള്ളവരല്ലേ ഞാൻ പഠിക്കാൻ കേട്ടി. കൊണ്ടുപാടി ശകലം മണ്ണ് കൂടെ കൊണ്ടുപോവാ. മതി മതി, ഞാൻ ഉള്ളതിനകത്ത് അവിടെ പോയി അവിടെ പോയി ഉള്ള ടൈലും കൂടെ പറക്കൊണ്ട് പോവാ. ഉള്ള 4 എണ്ണം പറക്കി വെച്ചിട്ട് ജീവനം കൊണ്ട് പോവാടി. പണി കഴിഞ്ഞോ? ഇതാണ് മണല് ബാക്കി കിടക്കുന്നു, സിമന്റ് കുഴച്ചത്. നീ നിന്റെ അടുത്ത് പറഞ്ഞു ഇത്ര എടുത്തിട്ട് കുഴക്കാൻ? ഞാനാ കുഴച്ചത്. എടുത്തോണ്ട് വന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ എടുത്തോണ്ട് വന്നത്. ഇനിയിപ്പൊ അങ്ങനെ എങ്ങനെ കാണിക്കും, മൊത്തത്തിൽ നമ്മൾ രണ്ടുപേരും എടുത്ത് വിഴുങ്ങും. പണിയുണ്ട്, നീ അങ്ങനെ കാണും. എന്ത് പിടിച്ചേ പിടി അവിടെ പിടിയടി. വീട്ടിൽ കൊണ്ടുപോനാ? നീ പിടിയടി. എവിടെ? ഞാനിത് എത്ര സിമെന്റ് എവിടൊക്കെ ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. വെട്ടി അങ്ങ് മൂടും. കാണല്ലേ, തീർന്നു. അവിടെ പോയി പിടി. ഒരു നിസാര കേസേ ഉള്ളൂ. പെട്ടെന്ന് മണ്ണിട്ട് മൂടും വരുന്നതിന് മുമ്പേ. നമ്മൾ ആ സിമെന്റ് ഇവിടിട്ട് മൂടി. ആരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. ടീച്ചറേ, പണി കഴിഞ്ഞ ചേട്ടാ. ഇപ്പൊ എന്താന്ന് വെച്ചാ വേറെ സൈറ്റിലോട്ട് പോണം. അതെ, ഒരു മിനിറ്റ്. അല്ല, ഇന്നത്തെ വിലയുടെ സിമെന്റിന്റെ വില വെച്ച് നോക്കുമ്പോ നമ്മളൊരു കേസ് ഒരു ചിവില് കളയാൻ പാടില്ല. അതെ ചെറിയൊരു ഉപകാരം ചെയ്യണം. എന്താ? എനിക്ക് ഈ ബ്ലോക്കിൽ നിന്നൊരു തൈ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് ചെറിയൊരു കുഴി എടുത്ത് സഹായിക്കണം. അയ്യോ, കുഴി എടുക്കുന്ന മിടുക്കനാണ്. ഒരു കുഴി എടുത്ത് തരുന്നതിന് എന്താ കുഴപ്പം? മമ്മൂട്ടി അവിടെ അല്ലല്ല, നമുക്കൊരു കുഴി എടുത്ത് തരുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പം? പറമ്പിൽ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം നോക്കിപ്പോ എടുക്കാം. നമുക്ക് ഇവിടെയാണ് തെങ്ങ് വെക്കേണ്ടത്, തൈ വെക്കേണ്ടത്. ഇവിടോ? ഇവിടെ തന്നെ വെക്കണം? അല്ല, ഇവിടെ വെക്കണം. പിന്നെ ഈ വസ്തുവിന്റെ ശാസ്ത്രപ്രകാരം ഇവിടെ തെങ്ങ് വരാൻ പാടില്ല. ഇവിടെ തെങ്ങ് പാടില്ല. ഈ വസ്തുപ്രകാരം ഇവിടെ തെങ്ങ് മതി എന്നാ ജോത്സ്യന്മാര് പറയണേ. പിന്നെ അത് മാത്രമല്ല, ഈ മരത്തിന്റെ കീഴിലാകുമ്പോ തെങ്ങിന് വളർച്ച കിട്ടത്തില്ല. അത് ഞങ്ങൾ ഇത് വെട്ടിക്കളഞ്ഞാ പോരെ? സൈഡ് വാരം വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ തയ്യങ്ങ് വളർന്ന് പോകും. ഇവിടെ തന്നെ വേണമെന്ന് നിർബന്ധമാണോ? അവിടെ തന്നെ വേണം. അല്ലെ പിന്നെ നമ്മള് ഇവിടെ തന്നെ. ഇവിടെ വേണം. വെട്ടാൻ പറയുമ്പോ മമ്മൂട്ടി ഇങ്ങനെ അങ്ങ് പോടാൻ ഡാൻസ് കളിക്കണം. ഇവിടെ കുഴി വെട്ടാൻ പറഞ്ഞപ്പോ എവിടെ കറക്റ്റ് മനസ്സിലാവില്ല. നല്ല കളക്ടർ ആകാഞ്ഞത്. ഇവിടെ വെട്ടാ നടക്കാതെ ഇവിടെ പോയിന്റ് ഇട്ടിരിക്കാനല്ലേ. ഈ കല്ല് നേരെ ഈ തൂക്കനം വിട്ടു. ഇവിടെ തന്നെ ഉണ്ടാക്കിയില്ലേ പറ്റത്തുള്ളൂ. കരിമണൽ, ഇവിടെ കരിമണൽ. ടൈറ്റാനിക്കിന്റെ അടുത്ത് ആ ചവറ ആ ഭാഗത്തുള്ളൂ കരിമണല്. ഇവിടെ കരിമണൽ. നമ്മളെ വീട് ടൈറ്റാനിക് ചവറ എടുത്തോട്ട് മാറ്റിയോ? അയ്യോ, ബിസിനസ് കേട്ടോ. അയ്യോ കൊള്ളാ. ഇത് വേറെ ഇവിടെ മാത്രല്ലേ കരിമണല്. ഇതെങ്ങനെ ഇവിടെ വന്നേ? അതാണ് ഞാൻ ചോദിക്കണേ. സത്യം പറഞ്ഞാലേ ഇവിടെ തെങ്ങ് വേണ്ട. ഇവിടെ പക്ഷെ വാഴയാ നല്ലത്. അച്ഛന്റെ പേരെന്താ പറഞ്ഞ? ദിവാകരൻ. അത് അങ്ങേര് വിചാരിക്കണായിരുന്നു. എന്തോന്ന്? ഇതിന് പകരം വാഴ വെച്ചാ മതിയായിരുന്നു.